ഇതിനാണ് നമ്മൾ ആദ്യം മുതൽ ഈ 11-ാം തീയതി വൈകുന്നേരം മുതൽ ശുദ്ധി പ്രായശ്ചിത്തം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ ചെയ്തത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നി. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം ഇന്നും നാളെയും ആയിട്ട് നടക്കുന്ന ചടങ്ങുകൾക്കുണ്ട് സാരം. അപ്പൊ ഇത് വളരെ തത്വകലശാഭിഷേകം എന്ന് പറഞ്ഞാൽ തത്വങ്ങളെ നവീകരിക്കുക, ജീർണോദ്ധാരണം, നവീകരണമാണല്ലോ നമ്മുടെ ഉദ്ദേശം. തത്വങ്ങളെ തത്വാധിഷ്ഠിതം ദേവം എന്നാണ് പറയുന്നത്. തത്വങ്ങളെ അധിഷ്ഠിതമായിട്ടാണ് ഏത് ചൈതന്യത്തിന്റെയും നിലനിൽപ്പ്. അതിന്റെ അടിസ്ഥാനം തത്വങ്ങളാണ്. തത്വങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ഇതൊക്കെയാണ് തത്വങ്ങൾ. ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ നവീകരിക്കുക അല്ലെങ്കിൽ അതിന്റെയൊക്കെ ജീർണത മാറ്റുക, ഇതാണ്. ഇപ്പൊ ജീവതത്വം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ അതിന്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റുക? കൂടുതൽ ആയുസ്സുണ്ടെങ്കിൽ അതിന് ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ഈ ചൈതന്യം കൽപ്പാന്ത കാലത്തോളം ഇവിടെ കുടികൊള്ളണം എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ്. അപ്പൊ ജീവൻ എന്നുള്ള തത്വത്തിന്റെ ശക്തി അളക്കാനുള്ള മാർഗം ആയുസ്സാണ്. നമുക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ചൈനയിൽ ജപ്പാനിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെക്കാളും ആയുസ് കൂടുതലാണെന്നാണ് പറയാ. അപ്പൊ അവർക്ക് ജീവതത്വം കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ ബുദ്ധി, മനസ്സ്, ഇതൊക്കെ മനോബുദ്ധി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം അല്ല, അഹം എന്നുള്ള ബോധം. ഇപ്പൊ അഹം എന്നുള്ള ബോധം നഷ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക്, കൊച്ചു കുട്ടികൾക്ക് അഹം എന്നുള്ള ബോധം ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ ഉള്ള ഈ അൾഷിമേഴ്സ് ഒക്കെ ബാധിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അഹം എന്നുള്ള ബോധം നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അഹം എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാൽ എന്താണ്? അവനവന് വിശപ്പൊന്നും അറിയില്ല, അങ്ങനെ ഒരു ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. ഭക്ഷണം കഴിക്കണം എന്നറിയില്ല, ഒന്നും അറിയില്ല, താനെന്നുള്ള ബോധം തന്നെ ഇല്ലാണ്ടാവും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ. പിന്നെ ശക്തി, കൈയിനും കാലിനും ഒക്കെ ഉള്ള ശക്തി, ആനയ്ക്കൊക്കെ നല്ല ശക്തിയാണ്. ഇപ്പൊ ഈ ഘ്രാണശക്തി നായയ്ക്ക് കൂടുതലാണ്. മൂക്ക് ഒരു ജ്ഞാനേന്ദ്രിയാണല്ലോ മൂക്ക്. അപ്പൊ മനുഷ്യന് പരിമിതിയുണ്ട്, മനുഷ്യന് അത്ര ഇല്ല, ഈ നായയുടെ അത്ര ഇല്ല. കണ്ണിന്റെ ശക്തി പരുന്തിന് കൂടുതലാണ്, ഇന്ന് മുകളിൽ നിന്ന് അതിനെ ഇരയെ കാണാൻ സാധിക്കും അല്ലെ, കണ്ണിന് ശക്തി. അപ്പൊ മനുഷ്യന്റെ പരിമിതി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധി മനുഷ്യന് ലേശം കൂടുതലാണ്, അപ്പൊ അതിന്റെ അഹങ്കാരം നമുക്ക് ഉണ്ട് തരും അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ തത്വങ്ങളെ നവീകരിക്കുമ്പോ ഈ ചൈതന്യ എല്ലാ തത്വങ്ങളും പരിപൂർണനായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തും. അതായത് ജീവന്റെ അളക്കാനുള്ള മാർഗം ആയുസ്സാണ്. ആയുസ് ഏറ്റവും കൂടിയ ദേവൻ. ബുദ്ധി അളക്കാനുള്ളത് നമുക്കറിയാം, ബുദ്ധി ഏറ്റവും കൂടുതലുള്ളതാണ്. ഘ്രാണശക്തി, മൂക്ക്, നാസിക, അതിനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള ദേവൻ. അപ്പൊ അങ്ങനെ ഒരു തത്വത്തിന് എത്ര കണ്ട് ശക്തി പകരാമോ ആ ശക്തി ആർജിക്കുക എന്നുള്ളതാണ് ഈ തത്വകലശാഭിഷേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ചെയ്യണ മാർഗം എന്താ വെച്ചാൽ ധ്യാനമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട്. അതാണ് ഈ ഭക്തജനങ്ങൾക്ക്, ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധ്യാനത്തിനും സങ്കല്പത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ധ്യാനിക്കുക. അതാണ് ഈ എന്റെ ദേവൻ, അതിന് ജീവതത്വം എന്നുള്ള അത് നവീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് മന്ത്രമുണ്ട്, അത് വേറെ കാര്യം. അത് പക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ അർച്ചകസ്യ പ്രഭാവേന ശീലാഭാവതി ശങ്കര, അർച്ചകന്റെ പ്രഭാവമാണ് ഒരു ശങ്കരനും ശങ്കരിയൊക്കെ ആയിട്ട് മാറണത് എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ്. ഇതൊക്കെ നമ്മളാണ് ഈ ശക്തി കൂട്ടി കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും പണി വേണ്ടി വന്നാൽ ശക്തി കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇപ്പൊ ഈ ക്ഷേത്ര സങ്കേതത്തെ ഒരു പ്രാസാദ പുരുഷൻ എന്ന് കാണാറുണ്ട് പലരും. അപ്പൊ അത് മണ്ഡപം എന്ന് പറയുന്നത് ആ പ്രാസാദ പുരുഷന്റെ പാദം. അപ്പൊ നമ്മളെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ ആ ഗോപുരം അല്ലെങ്കിൽ ഗോപുരം എന്ന് പറയുന്നതാണ് പാദം. ആ ഗോപുരം കടക്കുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് നമ്മളൊരു ചൈതന്യവത്തായ സ്ഥലത്തേക്കാണ് പ്രവേശിക്കണേ എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി ചെരുപ്പൊക്കെ ഊരിയിട്ട്